എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബംഗ്ലാദേശിനെതിരായ ഇന്ത്യയുടെ ഒന്നാം ടെസ്റ്റ് മത്സരത്തിലെ ആദ്യ ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യ ഭേദപ്പെട്ട സ്കോറിൽ എത്തിയിരിക്കുന്നു. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇന്ത്യ ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കുന്നത്. ടോസ് നേടിയ ബംഗ്ലാദേശ് ആദ്യം ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. തുടക്കത്തിൽ ഇന്ത്യക്ക് വിക്കറ്റുകൾ തുടരെ പോയെങ്കിലും ജഡേജ അശ്വിൻ സഖ്യമാണ് ഇന്ത്യയെ പിന്നീട് തിരിച്ച് കളിയിലേക്ക് കൊണ്ടുവന്നത്. ആദ്യത്തെ 35 റൺസ് കൂട്ടിച്ചേർക്കുന്നതിന്റെ ഇടയ്ക്ക് ഇന്ത്യക്ക് 3 വിക്കറ്റുകളാണ് നഷ്ടപ്പെട്ടത്. ഇന്നത്തെ മത്സരത്തിന് ശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇന്ന് റൺസ് നേടാൻ സാധിച്ചു. തുടക്കത്തിൽ ഒരുപാട് വീഴ്ചകൾ പറ്റിയെങ്കിലും ജഡേജ അശ്വിൻ എന്നിവർ ഇന്ന് വളരെ നന്നായി തന്നെ കളിച്ചു. അവർ രണ്ടുപേരുടെയും പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെ ജയ്സ്വാളും ഋഷഭ് പന്തും നന്നായി തന്നെ കളിക്കാൻ ശ്രമിച്ചു. ഗിൽ, രാഹുൽ എന്നിവർ വളരെ നല്ല കഴിവുള്ള താരങ്ങളാണ്. ഏറെ പ്രതീക്ഷയോടെയാണ് അവരെ കളിക്കാൻ കൊണ്ടുവന്നത്. പക്ഷേ ഇന്നും അവർ നിരാശപ്പെടുത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇതിലും നന്നായി സഞ്ജു സാംസൺ കളിക്കുമായിരുന്നു. ഇപ്പോൾ നടക്കുന്ന ദുലീപ് ട്രോഫി ടൂർണമെന്റിൽ വളരെ മികച്ച പ്രകടനമാണ് സഞ്ജു കാഴ്ചവെക്കുന്നത്. ഒരുപക്ഷേ സഞ്ജു ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ കുറച്ചുകൂടി മികച്ച ഒരു സ്കോറിലേക്ക് എത്തിയേനെ. എങ്കിലും കുഴപ്പമില്ലാത്ത ഒരു സ്കോർ തന്നെ നേടാൻ സാധിച്ചു എന്ന് പറയാം. ആദ്യ ഇന്നിംഗ്സിൽ ബാറ്റിംഗിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഞങ്ങൾ ബൗളിംഗിൽ നല്ല പ്രകടനം തന്നെ കാഴ്ചവെക്കും. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലും നന്നായി തന്നെ കളിക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യ ഇന്ന് ഭേദപ്പെട്ട ഒരു സ്കോർ തന്നെയാണ് നേടിയിരിക്കുന്നത്. നാളെയും നന്നായി തന്നെ ബാറ്റ് ചെയ്താൽ ഒരുപക്ഷേ ഇതിലും നല്ല ഒരു സ്കോറിലേക്ക് ഇന്ത്യക്ക് എത്താൻ സാധിക്കും. 2 ടെസ്റ്റ് മത്സരങ്ങളാണ് ഈ പരമ്പരയിൽ ഉള്ളത്. ആ 2 മത്സരങ്ങളും വിജയിച്ച് ആധികാരികമായി ഈ പരമ്പര നേടാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.